മോദി മികച്ച ഭരണാധികാരി ഇത് പറഞ്ഞത് നമ്മുടെ മലയാളത്തിൻ്റെ ദ കംപ്ലീറ്റ് ആക്ടർ ആയിട്ടുള്ള നമ്മുടെ ലാലേട്ടനാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പറയാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്, ആരെക്കുറിച്ചിട്ട് എന്ത് പറയണം എന്നുള്ളത്. ആ ഒരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു റിയാക്ഷൻ ചെയ്തത്. മറ്റൊരു സഹോദരൻ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എല്ലാ അർത്ഥത്തിലും ഉത്തമ യോഗ്യയാണെന്നൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ ഒരു ചാനൽ നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അങ്ങോട്ട് വിട്ടത്. പണ്ട് കോവിഡ് വന്ന സമയത്ത് പാത്രത്തിൽ കൊട്ടിക്കഴിഞ്ഞാൽ കൊറോണ വൈറസ് ചത്തുപോകുമെന്ന് പറഞ്ഞ അതേ വാക്ക് കടമെടുത്തുകൊണ്ട് കേരളത്തിലെ ബുദ്ധിയും വിവരമുള്ള ജനങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് മണ്ടത്തരം വിളിച്ചു പറഞ്ഞിട്ടുള്ള ദ കംപ്ലീറ്റ് ആക്ടർ ലാലേട്ടനാണ് ഇപ്പോൾ വീണ്ടും ഏറിൽ കയറി നിൽക്കുന്നത്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഈ രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളോടും ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ളത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കും. ഇന്ന് പദ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തുക എന്നുള്ളതാണ്. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യമായിരുന്നല്ലോ ലാലേട്ടൻ്റെ എമ്പുരാൻ എന്ന് പറയുന്നൊരു സിനിമ. ഗുജറാത്ത് കലാപത്തെ പച്ചയായി ചിത്രീകരിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ്. അതായത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അതേ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ളവർ. അപ്പോൾ ഈ രാജ്യത്തിന് എന്തൊക്കെ തരത്തിലുള്ള നേട്ടങ്ങളാണ് ഈ 14 വർഷം നമ്മുടെ രാജ്യത്തിന് നൽകിയത്? ഇതിൽ എന്തൊക്കെയാണ് നമ്മുടെ ലാലേട്ടൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ എന്നൊക്കെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് തോന്നിയ കാര്യങ്ങൾ ഈ സഹോദരൻ പറയുന്ന ആ വീഡിയോ ഒന്ന് കേട്ടാലോ. പോവാം. മോദി ഒരു മികച്ച ഭരണാധികാരി, പ്രചോദിപ്പിക്കുന്ന നേതാവ്. പക്ഷെ ഇത് മാത്രമല്ല, നരേന്ദ്രമോദിയെ വാനോളം പുകഴ്ത്തിയാണ് ഈ ഇന്റർവ്യൂ ലാലേട്ടൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ലാലേട്ടന് ഇത്രയധികം പ്രചോദനം ഉൾക്കൊള്ളാൻ പാകത്തിന് നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്ത് എന്താണ് ചെയ്തിട്ടുള്ളത്? ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മൂല്യമിടിഞ്ഞ കറൻസിയായി ഇന്ത്യൻ രൂപ, ലോകശക്തിയായ അമേരിക്കയുടെ പോലും കാല് നക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റി ഇന്ത്യയെ. പിന്നെ ലാലേട്ടന് ഇത്രയധികം പ്രചോദനമാകാൻ പാകത്തിന് ഇന്ത്യ ചെയ്തിരിക്കുന്ന കാര്യങ്ങള് ഗുജറാത്ത് കലാപം, ബാബറി കലാപം, മണിപ്പൂര് കലാപം, ഡൽഹി കലാപം, അതുപോലെ ബിൽക്കിസ് ബാനുവിനെ കൂട്ട ബലാത്സംഗം ചെയ്ത് അവരുടെ പിഞ്ചു കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്നത് ലാലേട്ടന് പ്രചോദനമായി കാണും. അതുപോലെ ഗർഭിണിയുടെ വയറ്റിൽ ശൂലം കുത്തിയിറക്കി ഭ്രൂണം പുറത്തെടുത്തത് പ്രചോദനമായി കാണും. അതുപോലെ കൊച്ചുകുട്ടികളുടെ വായിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത് പ്രചോദനമായി കാണും. മണിപ്പൂരിൽ 2 സ്ത്രീകളെ വിവസ്ത്രയാക്കി കൂട്ട ബലാത്സംഗം ചെയ്ത് അത് ചിത്രീകരിച്ച് വൈറലാക്കിയത് പ്രചോദനമായി കാണും. ഗ്രഹാം സ്ട്രീറ്റിനെയും കുടുംബത്തെയും പച്ചയ്ക്ക് കൊളുത്തിക്കൊന്നത് പ്രചോദനമായിട്ടുണ്ടാവും. ഇന്ന് കേരളത്തിന്റെ റിസോഴ്സ് എല്ലാം കട്ടുമുടിച്ച് നമ്മുടെ നികുതി പണം തരാതിരിക്കുന്ന പ്രചോദനം ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലാക്കണം, ജാതി മത ഭേദമില്ലാതെ കേരളം വളർത്തിവിട്ട ഒരു മഹാനടനാണ് ഇന്ന് കേരളത്തിന് ഇത്രയും വലിയ അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് തള്ളിവിടുന്നത്. പൂത്ത കാശിന്റെ കാര്യത്തിലല്ലാതെ ഇവനൊക്കെ ഏത് രീതിയിൽ കേരളത്തെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറ. കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ ഇതേ അവസ്ഥ വരണമെന്നാണ് ഇവനൊക്കെ ആഗ്രഹിക്കുന്നത്. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഉണ്ട ചോറിന് നന്ദി വേണമെന്ന്. ഇവനൊക്കെ തിന്നു കൊഴുക്കുന്നത് ഒരു ടിക്കറ്റിന്റെ ബലത്തിലാണ്. ആ ഒരു ടിക്കറ്റിന് വേണ്ടി നമ്മൾ ചെലവാക്കുന്ന പൈസയുടെ ബലത്തിലാണ്. പൊളിച്ചേടാ, ഇതാണ് മറുപടി. ഇതിനൊക്കെ ഉത്തരം നമ്മുടെ ലാലേട്ടൻ പറയുക തന്നെ ചെയ്യണം. കാരണം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അങ്ങേ ഇഷ്ടപ്പെടുന്നത് അങ്ങയുടെ ആ ഒരു അഭിനയത്തെയാണ്. അപ്പം അങ്ങേക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, എന്തു ആയിക്കോട്ടെ. പക്ഷേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ഇത്രയധികം പുകഴ്ത്തി പറയാനായിട്ടുണ്ടായിട്ടുള്ള അങ്ങയുടെ പ്രചോദനം അത് എന്തൊക്കെയാണ്? ഇപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണോ 10-14 വർഷമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരൊന്നും അല്ല ഇവിടുത്തെ ജനങ്ങൾ. എല്ലാം സാക്ഷരത നേടിയവരാണ്, വിദ്യാഭ്യാസം നേടിയവരാണ്. ഈ രാജ്യത്ത് ഈ 14 വർഷം കൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണ്? ഇതൊക്കെ മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. എന്തായാലും ലാലേട്ടന് ഈ കൊടുത്ത മറുപടി മാസ് മറുപടിയാണ്. അങ്ങേ ഇഷ്ടപ്പെടുന്നത് ഒരുപാട് ആരാധകരുണ്ടാവും. ഈ ഒരു പ്രസ്താവനയെ ഒരു പക്ഷേ ചിലപ്പം ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെ കുറവായിരിക്കുമെന്ന് മാത്രമേ എനിക്കെന്തായാലും പറയാൻ സാധിക്കൂ. എന്തായാലും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതൊരു എല്ലാവർക്കും